അയോധ്യ വിധിയിൽ വിവാദ പരാമർശവുമായി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ക്ഷേത്രം പൊളിച്ചാണ് ബാബറി മസ്ജിദ് നിർമ്മിച്ചതെന്ന വാദത്തെ ഒരു സ്വകാര്യ ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ന്യായീകരിക്കുകയാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ്. ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ടുണ്ടെന്നാണ് ചന്ദ്രചൂഡിന്റെ പുതിയ അവകാശവാദം. ക്ഷേത്രം പൊളിച്ചാണ് മസ്ജിദ് നിർമ്മിച്ചതെന്നതിന് തെളിവില്ല എന്ന സുപ്രീം കോടതി വിധി പറഞ്ഞ 5 അംഗ ഭരണഘടനാ ബെഞ്ചിലെ അംഗമായിരുന്നു ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. PR സുനിലുണ്ട്. PR സുനിൽ, അത് വളരെ വിവാദമായൊരു പരാമർശമാണ്. കാരണം വിധിയിൽ അങ്ങനെ ഒരു അഭിപ്രായമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല അന്ന് കോടതി വിധി വന്നിരുന്നത്. ഇപ്പോൾ DY ചന്ദ്രചൂഡ് ഇത് ഇങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം എന്താണ് PR സുനിൽ? അരുൺ, 2019 അയോധ്യ കേസിൽ 5 അംഗ ഭരണഘടനാ ബെഞ്ച് വിധി പറഞ്ഞത്. അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 5 അംഗ ഭരണഘടനാ ബെഞ്ച് വിധി പറയുമ്പോൾ ആ ബെഞ്ചിലെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അന്ന് ഈ കേസിൽ വളരെ വ്യക്തമായി തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ബാബറി മസ്ജിദ് നിർമ്മിച്ചത് ക്ഷേത്രം പൊളിച്ചാണ് എന്നതിന് ഒരു തെളിവും ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. രണ്ടാമത്തെ കാര്യം സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത് ബാബറി മസ്ജിദ് തകർത്തത് നിയമവ്യവസ്ഥയുടെ ലംഘനമാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു തർക്ക ഒരു പരിഹാരം എന്ന നിലയിലാണ് തർക്കഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കാനുള്ള അനുമതി സുപ്രീം കോടതി 5 അംഗ ഭരണഘടനാ ബെഞ്ച് നൽകിയത്. ഏതായാലും ആ വിധി പ്രസ്താവത്തിന് ശേഷം ഇപ്പോൾ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഒരു ഓൺലൈൻ പോർട്ടലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് ബാബറി മസ്ജിദ് നിർമ്മിച്ചത് എന്നതിന് ചരിത്രപരമായ രേഖകളുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് ചന്ദ്രചൂഡ് പറയുന്നത്. ഇതേ ചന്ദ്രചൂഡ് ഉൾപ്പെട്ട 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ് ക്ഷേത്രം പൊളിച്ചാണ് ഇങ്ങനെയൊരു മസ്ജിദ് നിർമ്മിച്ചത് എന്നതിന് തെളിവില്ല എന്ന് നേരത്തെ വിധി പറഞ്ഞപ്പോൾ അതിന് ഘടകവിരുദ്ധമായ ഒരു പ്രസ്താവന ഇപ്പോൾ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നടത്തിയിരിക്കുകയാണ് ഈ ഒരു അഭിമുഖത്തിലൂടെ. ഏത് സാഹചര്യത്തിലാണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും അന്ന് ഈ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഇപ്പോൾ BJPയുടെ അസമിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് എന്ന കാര്യം കൂടി നമ്മൾ ചേർത്ത് വെക്കണം. ഏതായാലും ഇപ്പോൾ ഈ ജസ്റ്റിസ് ചന്ദ്രചൂഡ് നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവന വലിയ വിവാദമായി തുടരുകയാണ്. ഓക്കെ, വലിയ വിവാദമാകുമല്ലോ സ്വാഭാവികമായിട്ടും. അന്ന് ബെഞ്ചിലുണ്ടായിരുന്ന ഒരു ജഡ്ജി പിന്നീട് വർഷങ്ങൾക്കു ശേഷം അതിൽ വളരെ വിവാദമായ ഒരു കാര്യം പുറത്തു പറയുകയാണ്. ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ടായിരുന്നുവെന്നാണ് DY ചന്ദ്രചൂഡ് പറയുന്നത്. അതുകൊണ്ട് ആ സത്യത്തിന് നേരെ നമുക്ക് കണ്ണടയ്ക്കാനാവില്ല. പക്ഷേ ഇതെങ്കിൽ പിന്നെ വിധിന്യായത്തിൽ കണ്ടിട്ടില്ലല്ലോ. ആ വിധിന്യായത്തിൽ അങ്ങനെ ഒരു പരാമർശവും ഉണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ DY ചന്ദ്രചൂഡ് പറഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് വിവാദമാകാനുള്ള സാധ്യതയും കൂടുതലാണ്.